ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് ആണ്. ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് A to Z സീരീസിലെ 5th വീഡിയോ ആണത്. ഇതിനു മുന്നേ നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ബോട്ടിന്റെ സ്പീഡ് തന്നിട്ട് സ്ട്രീമിന്റെ സ്പീഡും തന്നിട്ട് ടോട്ടൽ ടൈമും തന്നിട്ട് നമ്മളോട് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ചോദിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ബോട്ടിന്റെ സ്പീഡ്. അതിലൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളത്. ബോട്ടിന്റെ സ്പീഡ്, സ്ട്രീമിന്റെ സ്പീഡ്. അവിടെ ടോട്ടൽ ടൈം തരും, ഇവിടെ ടൈം ഡിഫറൻസ് തരും. അവിടെ അപ്സ്ട്രീം സ്പീഡിന്റെയും ഡൗൺ സ്ട്രീം സ്പീഡിന്റെയും ടോട്ടൽ ടൈം തരും, ഇവിടെ ടൈം ഡിഫറൻസ്. അതായത് അപ്സ്ട്രീം സ്പീഡ് ഡിഫറൻസ്, ഡൗൺ സ്ട്രീം സ്പീഡ്, ആ രണ്ട് ടൈമിന്റെ ഡിഫറൻസ് തന്നിട്ട് നമ്മളോട് എന്ത് ചോദിക്കുന്നു? ടു ഫൈൻഡ് ഡിസ്റ്റൻസ് എന്ന് ചോദിക്കുന്നു. അതിനും ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത് ഇതാണ്. ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു യു ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ യു ഡിഫറൻസ് ഡി ഇൻറ്റു time difference. Okay, distance d equal to upstream speed into downstream speed divided by upstream speed difference downstream speed into time difference. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിലെ ഒരു ഇക്വേഷൻ എന്താണ്? ഇനി ഇവിടെ എഴുതാം, എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. u into d by u plus d into total time. ഇങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ. അപ്പൊ എന്താണ്? ടൈം ഡിഫറൻസ് തന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? യു ഡിഫറൻസ്, ഡിനോമിനേറ്ററിൽ യു ഡിഫറൻസ് ഡി ആണ്. ടൈം ഡിഫറൻസ് തന്നാൽ യു ഡിഫറൻസ് ഡി എഴുതാം. ടോട്ടൽ ടൈം ആണ് തരുന്നതെങ്കിൽ ആഡ് ചെയ്യാം, യു പ്ലസ് ഡി. ഇതാണ് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിലൊരു വ്യത്യാസം. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ടൈം തന്നു കഴിഞ്ഞാൽ യു പ്ലസ് ഡി എടുക്കുക ഡിനോമിനേറ്റർ. ടൈം ഡിഫറൻസ് ആണ് തരുന്നതെങ്കിൽ യു ഡിഫറൻസ് ഡി എടുക്കാം. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇവിടുത്തെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ എടുക്കുന്നതാണ് യു ഇൻറ്റു ഡി ബൈ യു ഡിഫറൻസ് ഡി ഇൻറ്റു ടൈം ഡിഫറൻസ്. ഓക്കെ, നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ മാൻ ക്യാൻ റോ അറ്റ് ദ റേറ്റ് ഓഫ് 12 km/h in still water. If the river is running at 6 km/h, it takes 2 hours more to go upstream than to go downstream. Find how far is the place. അതായത് മെന്നിന്റെ സ്പീഡ്, അതായത് ബി എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? ബി എന്ന് പറയുന്നത് 12 km/h ആണ് തന്നിട്ടുണ്ട്. സ്ട്രീമിന്റെ സ്പീഡ്, റിവർ ഈസ് റണ്ണിങ് അറ്റ് 6 km/h എന്ന് പറഞ്ഞാൽ സ്ട്രീമിന്റെ സ്പീഡാണ്. അതെന്ന് പറയുന്നത് 6 km/h ആണ് തന്നിട്ടുണ്ട്. പിന്നെന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇഫ് ഇറ്റ് ടേക്സ് 2 hours more to go upstream than to go downstream. അതായത് ഡൗൺ സ്ട്രീമിൽ പോകുന്നതിനേക്കാളും 2 hours കൂടുതൽ എടുത്തു അപ്സ്ട്രീമിൽ പോകാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ടൈം ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? 2 hours ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 2 hours ആണ്. ഇവിടെ അവേഴ്സിൽ തന്നിട്ടുള്ളത് കൊണ്ട് ടൈം ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യണ്ട? മിനിറ്റിൽ ആ അവർ തന്നെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. 2 എന്ന് പറയുന്നത് ആ ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. അതേസമയം അവറിന് പകരം നമുക്ക് എന്താണ്? 13 minutes അങ്ങനെ മിനിറ്റിലൊക്കെ തരുവാണെങ്കിൽ ആ മിനിറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? അവറിലോട്ട് ചേഞ്ച് ചെയ്യണം. അവറിലോട്ട് എങ്ങനെയാണ് മിനിറ്റിനെ ചേഞ്ച് ചെയ്യുന്നത്? ഡിവൈഡഡ് ബൈ 16 കൊടുത്തിട്ട് അവറിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് വേണം ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. കാരണം എന്താണ്? സ്പീഡിന്റെ യൂണിറ്റ് ഒക്കെ km/h ആയതുകൊണ്ട് ടൈം മിനിറ്റിലോ സെക്കൻഡിലോ നമ്മൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ എന്ത് ചെയ്യണം? അവറിലായിരിക്കണം ആ ഒരു ടൈം ഡിഫറൻസ് എടുക്കേണ്ടത്. അത് എപ്പോഴും ഓർത്ത് വെക്കുക. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 30 minutesന് 13 എന്നൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെ തെറ്റിപ്പോവും. അപ്പൊ എന്താണ്? അവറിലോട്ടാണ്. ടൈം ഡിഫറൻസ് ആണെങ്കിലും ടോട്ടൽ ടൈം ആണെങ്കിലും യൂണിറ്റ് അവറിലായിരിക്കണം എന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് എന്താണ് ആ ഒരു ഇക്വേഷൻ എന്താണെന്ന് എഴുതാം. ടൈം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു യു ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ യു ഡിഫറൻസ് ഡി ഇൻറ്റു ടൈം ഡിഫറൻസ് അല്ലേ. അപ്പൊ അപ്സ്ട്രീം സ്പീഡ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ്. അപ്പൊ എന്താണ്? 12 ഡിവൈഡഡ് ബൈ 6, സോറി 12 മൈനസ് 6. 12 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 6 km/h. ഇനി എത്രയാണ് ഡൗൺ സ്ട്രീം സ്പീഡ്? ഡൗൺ സ്ട്രീം സ്പീഡ് എന്താണ്? ബോട്ടിന്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിന്റെ സ്പീഡ്. അപ്പൊ എന്താണ്? 12 പ്ലസ് 6. 12 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടി? 18 km/h. ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ് കിട്ടി? യു ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ എന്താണ്? യു ഡിഫറൻസ് ഡി. അതായത് 18 ഡിഫറൻസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 ഡിഫറൻസ് 6 എന്ന് പറഞ്ഞാൽ 12 അല്ലേ. അപ്പൊ 12 ഇൻറ്റു 2 എന്ന് കിട്ടി. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 6 12ൽ 2 ടൈംസ് പോകും. ഈ 2 ഇതിൽ എത്ര പ്രാവശ്യം പോകും? 2ഉം 2ഉം ക്യാൻസൽ ആയി ബാലൻസ് വരുന്നത് ഇവിടെ എന്താണ്? 18 ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടി? 18 km ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതേ സെയിം പ്രോബ്ലം തന്നെ
ഇങ്ങനെ ബേസിക് മെത്തേഡ്, ഇത് ഒരു ഫോർമുലയാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ബേസിക് മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അതെങ്ങനെയാ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സെയിം പോലെ തന്നെ ബോട്ടിന്റെ സ്പീഡ് 12 കിലോമീറ്റർ, സ്ട്രീമിന്റെ സ്പീഡ് 6 hours, ടൈം ഡിഫറൻസ് 2 hours, അപ്സ്ട്രീം സ്പീഡ് 6 കിലോമീറ്റർ, ഡൗൺ സ്ട്രീം സ്പീഡ് 18 കിലോമീറ്റർ. ഇതുവരെ നമ്മൾ കണ്ടുവെക്കുക. എന്നിട്ട് എന്താണ് ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത്? ഇവിടെ ടൈം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്സ്ട്രീം ടൈം അല്ലേ, അപ്സ്ട്രീം ടൈം ഡിഫറൻസ്. ഇവിടെ അപ്സ്ട്രീം ടൈമിന്റെ ഡൗൺ സ്ട്രീം ടൈമിന്റെയും ഡിഫറൻസ് ആണ്, ടൈം ഡിഫറൻസ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്സ്ട്രീം ടൈം ഡിഫറൻസ്, ഡൗൺ സ്ട്രീം ടൈം ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 2 hours ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അത് ഈക്വൽ ടു 2 hours. അപ്പൊ അപ്സ്ട്രീം ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ്. ടൈമിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പൊ എന്താണ് ഇവിടെ അപ്സ്ട്രീം ഡിസ്റ്റൻസ് അല്ലെ, അപ്സ്ട്രീം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഡിഫറൻസ് അപ്സ്ട്രീം ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഈക്വൽ ടു ആണ് 2 hours അല്ലെ. ഇവിടെ എന്ത് സ്പീഡാണ്? അപ്സ്ട്രീം സ്പീഡ്, ഇവിടെ ഡൗൺ സ്ട്രീം സ്പീഡ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് ഡി ആയിട്ട് നമ്മൾ അവിടെ എടുക്കണം. അപ്പൊ എന്താണ്? ഡി ഡിവൈഡഡ് ബൈ അപ്സ്ട്രീം സ്പീഡ് എത്രയാണ്? 6. അപ്പൊ ഡി ബൈ 6 ഡിഫറൻസ് ഡി ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീം സ്പീഡ് 18 എന്ന് പറയുന്നതാണ് 2 hour എന്ന് പറയുന്നത്. അപ്പൊ ഡി ഡിവൈഡഡ് ബൈ 6 ഡിഫറൻസ്, ഡി ഡിവൈഡഡ് ബൈ 18 ആണ് 2 hour എന്ന് കിട്ടി. അപ്പൊ ഡി ബൈ 6 നമുക്ക് പുറത്തെടുക്കാം. ഡി ബൈ 6 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തോരും 1 ഡിഫറൻസ് 1/3 ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പൊ 1 ഡിഫറൻസ് 1/3, 1 ഡിഫറൻസ് 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 into 3 എന്ന് പറയുമ്പോൾ 3 ഡിഫറൻസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 എന്ന് കിട്ടും. 2/3 എന്ന് കിട്ടും. അപ്പൊ ഇത് നമുക്കിവിടെ 2/3 അപ്ലൈ ചെയ്യാം. അപ്പൊ ഡി ബൈ 6 into 2/3 ഈക്വൽ ടു 2. അപ്പൊ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആയി 6 into 3 എന്ന് പറഞ്ഞാൽ 18. അപ്പൊ ഡി ബൈ 18 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടി? 1 into 18 എന്ന് പറഞ്ഞാൽ എന്താണ്? 18 കിലോമീറ്റർ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ബേസിക് മെത്തേഡ് വെച്ച് പോയാലും ഫോർമുല മെത്തേഡ് വെച്ച് പോയാലും എന്താണ്? 18 കിലോമീറ്റർ ആണെന്ന് കിട്ടി. അതേസമയം നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ്, ഈ ഡി ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമുക്ക് 1 സ്റ്റെപ്പിൽ ഈ ഒരു ആൻസറിലോട്ട് എത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. എ മാൻ ക്യാൻ റോ അറ്റ് 12 km/h in still water if the river is running at 8 km/h. If it takes 5 hours more to go upstream, find how far is the place. അപ്പൊ എന്താണ്? ആ ഒരു മെന്നിന്റെ സ്പീഡ് 20 കിലോമീറ്റർ. ഇവിടെ എന്താണ്? മെന്നിന്റെ സ്പീഡ് 20 കിലോമീറ്റർ തന്നിട്ടുണ്ട്. 20 km/h ആണ് തന്നിട്ടുണ്ട്. സ്ട്രീമിന്റെ സ്പീഡ് എന്താണെന്ന് തന്നിട്ടുണ്ട്? 8 km/h. 8 km/h. പിന്നെന്താണ്? ആ ഒരു ടൈം ഡിഫറൻസ് ഇറ്റ് ടേക്സ് 5 hours more to go upstream എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? 5 hours ആണ് ആ ടൈം ഡിഫറൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 5 hours എന്ന് കൊടുക്കും. ഓക്കെ, ഇനി എന്താണ്? അപ്സ്ട്രീം സ്പീഡ് ചോദിച്ചിട്ടുണ്ട്. അപ്സ്ട്രീം സ്പീഡ് എന്താണ്? ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ്. അപ്പൊ എന്താണ്? 20 - 8 എന്ന് പറഞ്ഞാൽ 12 km/h. അതുപോലെ തന്നെ എന്താണ്? ആ ഒരു ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് ബോട്ടിന്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിന്റെ സ്പീഡ്. അപ്പൊ 20 + 8 28 km/h ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫോർമുലയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 12 അല്ലെ. അപ്പൊ 12 into 28 ഡിവൈഡഡ് ബൈ 12 ഡിഫറൻസ് 28 എന്ന് പറയുമ്പോൾ എത്രയെന്ന് കിട്ടും? 12 ഡിഫറൻസ് 28. 12 ഡിഫറൻസ് 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 into 5 എന്ന് കിട്ടി. ഈക്വൽ ടു എന്താണ്? 16ൽ എത്ര പ്രാവശ്യം 4 പോകും? 4 times പോകും. 12ലാണെന്ന് വെച്ചാൽ 3 times പോകും അല്ലെ. ഇനി 4 28ൽ എത്ര പ്രാവശ്യം പോകും? 7 times പോകും. അപ്പൊ 3 into 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 into 5 എന്ന് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 into 5 5, 2 into 5 എന്ന് 10. അപ്പൊ എന്താണ് കിട്ടി? 105 കിലോമീറ്റർ. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടി? 105 കിലോമീറ്റർ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഇതാണ്. എ മാൻ ക്യാൻ റോ അറ്റ് 12 km/h in still water if the river is running at 4 km/h. If it takes 2 hours more to go upstream than to go downstream,
ഫൈൻഡ് ഹൗ ഫാർ ഈസ് ദ പ്ലേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ബി എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുണ്ട്? ബി എന്ന് പറയുന്നത് 12 കിലോമീറ്റർ പെർ അവർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, 12 കിലോമീറ്റർ പെർ അവർ ആണ് തന്നിട്ടുണ്ട് ബി എ. സ്ട്രീമിന്റെ സ്പീഡ് എത്രയാണ് തന്നിട്ടുണ്ട്? എസ് എന്ന് പറയുന്നത് 4 കിലോമീറ്റർ പെർ അവർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിട്ടുണ്ട്? 2 hours ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്സ്ട്രീം സ്പീഡ് എത്രയാണ്? 12 മൈനസ് 4. 12 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ പെർ അവർ. ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടി? 12 പ്ലസ് 4. 12 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 16 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ഫോർമുല എങ്ങനെയാണ്? ഡി ഈക്വൽ ടു യു ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ യു ഡിഫറൻസ് ഡി ഇൻറ്റു ടൈം ഡിഫറൻസ് അല്ലേ. അപ്പൊ യു എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടി? 8 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 16 ഡിവൈഡഡ് ബൈ 8 ഡിഫറൻസ് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ഡിഫറൻസ് 16 എന്ന് പറഞ്ഞാൽ 8 തന്നെ ഇൻറ്റു 2 hours. ടൈം ഡിഫറൻസ് എന്ന് 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 8ഉം ക്യാൻസൽ ആയി. ബാലൻസ് വരുന്നത് 16 ഇൻറ്റു 2. 16 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 കിലോമീറ്റർ. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടി? നമുക്ക് 32 കിലോമീറ്റർ ആണ് കിട്ടി. ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ സോൾവ് ചെയ്ത ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ടും കാണാം. ഓക്കെ, താങ്ക് യു.